നമ്മുടെ ദേവന്മാര് ദേവിമാരുടെ ഒക്കെ രൂപങ്ങൾ, അവർ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങൾ, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ഇന്നും ഉണ്ട് അല്ലേ. അപ്പം ഞാൻ ഓരോന്നിനെ സ്പെസിഫൈ ചെയ്ത് ഓരോ മതത്തിനെ 4300-ലധികം മതങ്ങളുണ്ട് ഈ ലോകത്ത്. നമുക്കിവിടെ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മതങ്ങൾ 4-5 എണ്ണമാണ്. അപ്പോൾ അതിനകത്തെല്ലാം അതിന് സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഉള്ളത് മിറാക്കിൾസ് ആണ് സെല്ല് ചെയ്യുന്നത് അല്ലേ. ആ മിറാക്കിൾസ് സെല്ല് ചെയ്താൽ മാത്രമാണ് നമുക്കറിയാം. ഇവിടുന്ന് ആലപ്പുഴ ഏരിയയിലേക്ക് പോകുമ്പം മിറാക്കിൾ സെല്ല് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ സ്പെസിഫൈഡ് പേരൊന്നും പറയണ്ട, അത് പെട്ടെന്ന് പറയുമ്പം അത്ഭുതങ്ങൾ സെല്ല് ചെയ്യുന്ന ഒരു ചർച്ച ഉണ്ട്. അപ്പം പത്രമൊക്കെ കൊടുക്കും കുളവാക്കണ്ട. ഇത് സെല്ല് ചെയ്യപ്പെടുന്നത് പണ്ട് മുതലേ ഉണ്ട് പല രൂപത്തിൽ. ഇന്നിപ്പോൾ AI-യുടെ അല്ലെങ്കിൽ ChatGPT-യുടെ അല്ലെങ്കിൽ ഗ്രോക്കിൻ്റെ കാലത്തിൽ പോലും അതിനകത്ത് എങ്ങനെ അതിലേക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട് അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇതൊരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് പോവില്ല. ആ രീതിയിൽ ഇതിനെ ഇങ്ങനെ വാർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ ചെറുപ്പം മുതലേ അല്ലേ കൊടുക്കുന്നത്, ഇൻജെക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം എന്നോടൊരു മതം പഠിക്കാൻ പറയുന്നത്, എനിക്കൊരു 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം നിനക്ക് ഏത് മതം പഠിക്കണമെങ്കിൽ പഠിച്ചോളൂ എന്ന് പറയുന്നൊരു സിസ്റ്റം നമ്മുടെ രാജ്യത്തില്ലല്ലോ. ഉണ്ടോ? ജനിച്ചത് ആരോടൊപ്പമാണോ, അവരേത് ബിലീഫിലാണോ പോകുന്നത് അതനുസരിച്ചിട്ട് നമ്മളും പൊയ്ക്കോണം. അപ്പോൾ അവൻ്റെ മതം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ തൊട്ടപ്പുറത്ത് വീട്ടിലുണ്ടായ ആളുടെ മതം വേറെയാണ്. ഒരേ പ്രായത്തിലുണ്ടായതാണെങ്കിൽ പോലും അങ്ങനെയാണ്.